ഗായ്സ്, ഇന്ന് എന്റെ പല്ലിലിട്ടിരുന്ന ക്ലിപ്പിന്റെ ആദ്യ ടൈറ്റനിങ് ചെയ്യാനുള്ള ദിവസമാണ്. സോ ഞാൻ അതിന് പോകാൻ തയ്യാറാവുകയാണ്. 9:10 അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണിത്. കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞ സാധനം നിഘണ്ടുവിലേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ സീനില്ല ഗൈസ്. ഞാൻ ഇതുവരെ ഒരിടത്തും കറക്റ്റ് ടൈമിലെത്തിയ ചരിത്രമില്ല. അപ്പൊ പിന്നെ ഇത്തവണയും തെറ്റിക്കണ്ടെന്ന് ഞാനതങ്ങ് കരുതി. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എന്റെ വായിലിട്ടേക്കുന്ന ചങ്ങല മുറുക്കേണ്ട സ്ഥലം. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലെന്ന് തോന്നുന്നത്. ആദ്യത്തെ ടൈറ്റനിങ് ഫുൾ പെയിൻ ആയിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ചെറുതല്ലാത്തൊരു ടെൻഷൻ എനിക്കുണ്ട്. ബട്ട് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. സത്യത്തിൽ വായിലേക്ക് നോക്കുമ്പോണ്ടല്ലോ എനിക്ക് റെയിൽവേ ട്രാക്കാണ് ഓർമ്മ വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പാളങ്ങളാ മൊത്തം. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇതുമായിട്ട് അങ്ങ് ഇണങ്ങിക്കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം. ടൈറ്റനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല കേട്ടോ. കഴിഞ്ഞ എണീറ്റു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനാ പറ്റാ. ഞാൻ അറിഞ്ഞില്ലൊന്നും. എന്നെ പേടിപ്പിച്ച് വിട്ടവരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, അതായത് സന്തോഷത്തോടെ തുള്ളിച്ചടിയാണ് ഞാൻ എന്റെ ഷടകത്തിൽ കയറിയത്. പക്ഷെ അതൊരു ചതിയായിരുന്നു പിന്നീട് മക്കളെ എനിക്ക് മനസ്സിലായത്. ആദ്യം ആകെ ഒരു മരവിപ്പായിരുന്നേ. പിന്നെ പല്ല് അവിടെ ഉണ്ടോ എന്നൊരു സംശയം തുടങ്ങി. വിശന്ന് പണ്ടാരടങ്ങിയപ്പോ ഈ ഒരു പഴം കഴിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വേദന സഹിക്കാൻ പറ്റാതായി തുടങ്ങി. സംസാരിക്കാനും വയ്യ, തിന്നാനും വയ്യ. ഡാർക്ക് സീനായിരുന്നു ഗൈസ്. എന്റെ പൊന്നു മക്കളെ, പല്ലിന് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കാതിരിക്കാനായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. വലിയ പ്രശ്നം ഉണ്ടായിരുന്ന എന്റെ പല്ലിന് ക്ലിപ്പ് ഇടണമെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടാണ് ഞാൻ ഈ ദുരന്തത്തിന് കൊണ്ട് തല വെച്ചത് നോക്കുമ്പോല്ലേ ഇപ്പൊ സത്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പെടേണ്ടത് എന്തായാലും പെട്ടു. 2 ദിവസം കഴിഞ്ഞാൽ പിന്നങ്ങ് ശീലമാകുമെന്ന് ഡോക്ടർ പറഞ്ഞ വിശ്വാസത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്.